എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി SSLC ഇംഗ്ലീഷ് മീഡിയം ജോഗ്രഫിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഡു വി ഗെറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് എനർജി ഫ്രം ദ സൺ ത്രൂ ഔട്ട് ദ ഡേ? നമുക്ക് എല്ലാ ദിവസവും ഒരേ അളവിലാണോ സൂര്യനിൽ നിന്ന് എനർജി ലഭിക്കുന്നത്? ഒരു ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സമയവും രാത്രിയും പകലും ഒക്കെ ഒരേ അളവിലാണോ നമുക്ക് സൺലൈറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ സണ്ണിൻ്റെ എനർജി കിട്ടുന്നത്? ഒരിക്കലുമല്ല, സെയിം എമൗണ്ടിലല്ല അല്ലേ ത്രൂ ഔട്ട് ദ ഡേ കിട്ടുന്നത്. ദ സർഫേസ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ഗ്രാജുവലി ഇൻക്രീസസ് ബൈ ദ ഫ്ലോ ഓഫ് ഇൻസുലേഷൻ സിൻസ് ദ സൺ റൈസ് ആൻഡ് അറ്റൈൻസ് ദ മാക്സിമം ബൈ ദ നൂൺ. രാവിലെ സൂര്യൻ ഉദിച്ചത് മുതൽ ഭൂമിയിലേക്ക് വരുന്ന ഈ സൂര്യൻ്റെ ചൂട് എന്ന് പറയുന്നത്, ആ ഇൻസുലേഷൻ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചൂട് ഏകദേശം സൺറൈസ് തൊട്ട് അത് മാക്സിമത്തിലേക്ക് എത്തുന്നത്, അതിൻ്റെ പരമാവധി ചൂടിലേക്ക് എത്തുന്നത് ഉച്ചയോട് കൂടിയിട്ടാണ്. ഓക്കെ, മാക്സിമം ബൈ ദ noon. As the atmosphere is heated through various processes of heat transfer, it takes more time for the atmosphere to get heated up than the time taken for the Earth's surface. പിന്നീട് നമ്മൾ പറഞ്ഞു, ഇൻസുലേഷൻ വഴി വന്നിട്ടുള്ള ഈ ചൂട് എന്ത് ചെയ്യണം? പല പല പ്രോസസ്സുകൾ വഴിയാണ്, ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സുകൾ വഴിയാണ് അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കുന്നത്. അപ്പം അറ്റ്മോസ്ഫിയറിനെയും എർത്തിൻ്റെ സർഫേസിനെയും കമ്പയർ ചെയ്യുമ്പോൾ എർത്തിൻ്റെ സർഫേസാണ് ആദ്യം ചൂടാകുന്നത്. എർത്തിൻ്റെ സർഫേസ് ചൂട് പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ആർക്ക് വേണം? അറ്റ്മോസ്ഫിയറിന് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ദസ് the temperature recorded at 2 p.m. is considered as the maximum temperature of the day by the meteorologist. അതുകൊണ്ട് തന്നെ മീറ്ററോളജിസ്റ്റുകൾ പറയുന്നത് ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ, ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ താപനില ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന, ഒരു ദിവസം ഒരു പ്രദേശത്ത് ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന, റെക്കോർഡ് ചെയ്യുന്ന ചൂടിനെയാണ്, ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ആ ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാ ഇവിടെ ദ ടെമ്പറേച്ചർ ഞാൻ മാർക്ക് ചെയ്യുന്ന പോയിന്റ് നോക്കൂ. ദ ടെമ്പറേച്ചർ റെക്കോർഡഡ് അറ്റ് 2 p.m. ഈസ് കൺസിഡേർഡ് ആസ് ദ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ. ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയാണ്. മനസ്സിലായോ? ഓക്കെ, കാര്യം ഇത് ഇൻസുലേഷൻ വഴി ഇങ്ങനെ ചൂടായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ചൂടിലേക്ക് എത്തണമെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തണം. ഓക്കെ, പിന്നെ ഇത് ചൂട് കുറഞ്ഞു വരും. The surface temperature of the earth gradually decreases in the afternoon due to the decrease in intensity of insolation as well as the simultaneous terrestrial radiation. എന്താ പറഞ്ഞത്? ഉച്ചയോട് കൂടിയിട്ട് ഇൻസുലേഷൻ വഴി ഉച്ചയോട് കൂടിയിട്ട് ഏറ്റവും വലിയ ചൂടിലേക്ക് എത്തുന്നു. അതിനുശേഷം എർത്തിൻ്റെ ചൂട് ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഉച്ചയ്ക്ക് ശേഷം. കാര്യം ഇൻസുലേഷൻ പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിന്നെ രാത്രിയാവാൻ തുടങ്ങുകയാണ്. രാത്രിയാവുന്നതോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ ശക്തിയിലേക്ക് ആരാണ് എത്തുക? ടെറസ്ട്രിയൽ റേഡിയേഷനാണ്. അപ്പോൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്താവുകയാണ്? ഒരേ സമയം സൈമൾട്ടേനിയസ്ലി ടെറസ്ട്രിയൽ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണ്. അപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ചത് മുതൽ ഇൻസുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, പകൽ മുഴുവൻ ഇൻസുലേഷൻ ഉണ്ട്. അപ്പോഴും ഈ സർഫേസ് ചൂടായിട്ട് അതേസമയം ടെറസ്ട്രിയൽ റേഡിയേഷൻ ഉണ്ട്. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയിട്ട്, ഉച്ചയ്ക്ക് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയിട്ട് ആര് കൂടുതൽ ശക്തി ആർജിക്കും? ടെറസ്ട്രിയൽ റേഡിയേഷൻ. അത് തിരിച്ചു പോകുന്നത് കൂടുതൽ ശക്തി ആർജിക്കും, ഇങ്ങോട്ടേക്ക് വരുന്നത് കുറയും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ടെമ്പറേച്ചർ കുറയുന്നു, ടെറസ്ട്രിയൽ റേഡിയേഷൻ കൂടുന്നു അല്ലേ? ദ എർത്ത് സർഫേസ് ആസ് വെൽ ആസ് ദറ്റ് അറ്റ്മോസ്ഫിയർ ഗെറ്റ് കൂൾഡ് ബൈ മോർ എനർജി ലോസ് ത്രൂ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഡ്യൂറിങ് നൈറ്റ്. അതോടുകൂടി തന്നെ നമ്മുടെ ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ കാരണം എർത്തിൻ്റെ സർഫേസും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറും എന്ത് ചെയ്യാണ്? രാത്രിയാകുമ്പോഴേക്കും കൂടുതൽ തണുത്ത് തുടങ്ങുന്നു. അല്ലേ, നമുക്കറിയാം പകൽ സൂര്യൻ്റെ പ്രകാശം, സൂര്യൻ്റെ എനർജിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാകുമ്പോഴത്തേക്ക് അത് തണുക്കുന്നു. ആ തണുക്കാനുള്ള കാരണം, എർത്തിൻ്റെ സർഫേസും അറ്റ്മോസ്ഫിയറൊക്കെ തണുക്കാനുള്ള കാരണം ടെറസ്ട്രിയൽ റേഡിയേഷൻ കൂടുതൽ ശക്തി ആർജിക്കുകയാണ്, ഇൻസുലേഷൻ പിന്നീട് ഇല്ല. ഈ കാരണം കൊണ്ടാണ്. ദസ് ദ temperature recorded just before the sunrise is considered as the minimum temperature of the day. അപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും മിനിമം ടെമ്പറേച്ചർ, ഏറ്റവും കുറഞ്ഞ താപനില ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? The temperature recorded just before the sunrise considered as the minimum temperature of the day. ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുൻപ് രേഖപ്പെടുത്തുന്ന, സൺറൈസ് അല്ലേ, പുലർച്ചെ നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന
ടെമ്പറേച്ചറാണ് ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചർ. ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ എത്രയായിരുന്നു? എപ്പോഴാണ്? ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന റെക്കോർഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ. ഏറ്റവും മിനിമം ടെമ്പറേച്ചർ എപ്പോഴാണ്? ഒരു ദിവസത്തെ സൺറൈസിന് തൊട്ട് മുൻപ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന, സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഈ 2 പോയിൻറ്റുകളാണ് ഇവിടെ നോട്ടീസ് ചെയ്യേണ്ടത്, അല്ലേ? മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. മാക്സിമം മിനിമം തെർമോമീറ്റർ. ഈ പാഠത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പല ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകളെ പരിചയപ്പെടുന്നുണ്ട്. ഇപ്പോൾ തെർമോമീറ്റർ എന്ന് പറയുന്ന ഒരു മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മളിവിടെ പരിചയപ്പെടുന്നു. അതുപോലെ നമ്മൾ വേറെ കുറേ വിൻഡ് വെയിൻ, അനിമോമീറ്റർ, അതുപോലെ തന്നെ പല ഇൻസ്ട്രുമെൻറ്റുകളെയും നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പരിചയപ്പെടും. അപ്പോൾ ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഏറെയാണ്. കാര്യം നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ട് ഇത് ഏത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഇൻസ്ട്രുമെൻറ്റുകളെയും കൃത്യമായി നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ പാഠത്തിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത്. എന്താണ് മാക്സിമം മിനിമം തെർമോമീറ്റർ? തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം, അത് ടെമ്പറേച്ചർ, ചൂട് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് പനി വരുന്ന സമയത്ത് നമ്മുടെ വായയിലും അതുപോലെ തന്നെ നമ്മുടെ കക്ഷത്തിലൊക്കെ വെച്ച് തരുന്നതല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മുടെ താപനില, നമുക്ക് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ഇപ്പോഴത്തെ പനി ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് ഈ തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അളക്കാനുള്ള. പക്ഷേ ഇവിടെ നമ്മൾ മാക്സിമം മിനിമം തെർമോമീറ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് തെർമോമീറ്റർ. അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. മാക്സിമം മിനിമം തെർമോമീറ്റർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് 2 ഓർഡിനറി തെർമോമീറ്റേഴ്സ് യൂസിങ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ്. ഒരു യു ഷേപ്പിലുള്ള, ഒരു ഇംഗ്ലീഷിലെ യു ആകൃതിയിലുള്ള ഈ ഒരു ഷേപ്പിൽ നമ്മൾ 2 തെർമോമീറ്ററുകളെ എന്ത് ചെയ്യാണ്? പരസ്പരം കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും ആ ദിവസത്തെ മിനിമം ടെമ്പറേച്ചറും നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 2 തെർമോമീറ്ററുകളെ യു ഷേപ്പിൽ ബന്ധിപ്പിക്കുന്നു. എന്നിട്ട് അങ്ങനെ 2 സാധാരണ തെർമോമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? തെർമോമീറ്ററുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ അളക്കാനാണ്. അപ്പം ഈ 2 സാധാരണ ഇങ്ങനെയുള്ള തെർമോമീറ്ററുകളെ യു ഷേപ്പിൽ, ഗ്ലാസ് ട്യൂബ് കൊണ്ട് യു ഷേപ്പിൽ ബന്ധിപ്പിച്ചിട്ട് ഒരൊറ്റ ഇൻസ്ട്രുമെൻ്റായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. എന്താണ് ഈ മാക്സിമം മിനിമം തെർമോമീറ്ററിൻ്റെ പ്രത്യേകത? ഈ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രദേശത്തെ, ഒരു ദിവസത്തെ മാക്സിമം ചൂടും മിനിമം ചൂടും നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. സാധാരണ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എന്താണോ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ അതാണ് കണ്ടെത്താൻ പറ്റുക. പക്ഷേ മാക്സിമം മിനിമം തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ചൂടും ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ചൂടും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇതൊരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ട്യൂബ് കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഉപകരണമാണ്. 2 തെർമോമീറ്ററുകളെ പരസ്പരം കണക്ട് ചെയ്യുകയാണ്. ദ മാക്സിമം temperature and the minimum temperature of a day can be read out from the recordings of a maximum minimum thermometer. അപ്പോൾ ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ദ മിനിമം ടെമ്പറേച്ചർ, ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 കോൺസെപ്റ്റുകളാണ്. ഒന്ന് ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും മറ്റൊന്ന് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ഡെയിലി മീൻ ടെമ്പറേച്ചർ ആണെങ്കിലും ഈ പറയുന്ന നമ്മുടെ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിലും ഈ 2 ടൈപ്പ് ടെമ്പറേച്ചറുകളെ നമുക്ക് എന്ത് ഉപയോഗിച്ചിട്ട് കണക്കാക്കാം? ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും ആ ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചറും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും ആ സ്ഥലത്തെ ഡെയിലി മീൻ ടെമ്പറേച്ചറും കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഈ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ? എന്താണ് ഈ ഡെയിലി മീൻ ടെമ്പറേച്ചർ? അതാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്താണെന്ന് നോക്കാം. ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. Diurnal range of temperature is the difference between the maximum temperature and the minimum temperature of a day. ഒരു ദിവസത്തെ
മാക്സിമം ടെമ്പറേച്ചറും ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസാണ്, വ്യത്യാസമാണ് ആ പ്രദേശത്തെ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം എത്രയാണോ മാക്സിമം ടെമ്പറേച്ചർ വന്നിട്ടുള്ളത്, എത്രയാണോ ആ പ്രദേശത്ത് ആ ദിവസം എത്രയാണോ ഏറ്റവും മിനിമം ടെമ്പറേച്ചർ അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. എന്താണ് ആ ഇക്വേഷൻ? ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഏതാ? ഇവിടെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. എന്താണ്? വളരെ സിമ്പിളാണ്. ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. ഒരു ദിവസം അടയാളപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനിലയിൽ നിന്ന് ആ ദിവസം അന്നേ ദിവസം അടയാളപ്പെടുത്തിയിട്ടുള്ള മിനിമം ഏറ്റവും കുറഞ്ഞ താപനിലയെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നു? അവിടുത്തെ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ആ ദിവസത്തെ ആ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമുക്ക് കിട്ടുന്നു. മനസ്സിലായോ? അടുത്തതാണ് നമ്മൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്താണ്? ഡെയിലി മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അത് ആവറേജ് എന്നാണ് അർത്ഥം. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവറേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് കോൾഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഒരു ദിവസത്തെ ആ പ്രദേശത്തെ ഒരു ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ എത്രയാണ് ഒരു ആവറേജ് ടെമ്പറേച്ചർ വന്നിട്ടുള്ളത്, ശരാശരി അവിടെ എത്ര ടെമ്പറേച്ചറാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി മീൻ ടെമ്പറേച്ചറും കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഇതാ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതും നിങ്ങൾ പഠിച്ചു വെക്കണം. കാര്യം വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. എല്ലാവർക്കും ആവറേജ് കണ്ടെത്താൻ അറിയില്ലേ? എന്താണ് ആവറേജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ? ടോട്ടലിനെ മാക്സിമം അത് രണ്ടും കൂടെ കൂട്ടുക, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ, ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ, ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയും ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ മിനിമം ടെമ്പറേച്ചറും തമ്മിൽ കൂട്ടുന്നു. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ, അഥവാ ആ ദിവസത്തെ അവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ, ആ സ്ഥലത്തെ അന്നത്തെ ആവറേജ് ടെമ്പറേച്ചർ. അപ്പോൾ ആവറേജ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ആ പ്രദേശത്തെ ആ ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. നമുക്കിവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഉദാഹരണം പരിശോധിച്ച് നോക്കുക. നമുക്ക് പേന മാറ്റാം. Calculate the diurnal range of temperature and the daily mean temperature if the maximum and minimum temperatures of a place are 36 സെൽഷ്യസും 28 ഡിഗ്രി സെൽഷ്യസും റെസ്പെക്റ്റീവ്ലി. ഇതാണെങ്കിൽ നമുക്ക് അവിടുത്തെ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ കണക്കാക്കി നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആ ഒരു ദിവസം ഇവിടെ അടയാളപ്പെടുത്തിയ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടെത്താം? ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കണ്ടെത്താം. ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ആ സ്ഥലത്തെ ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കണ്ടെത്താം. എന്താണ് ഡയേണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കണ്ടെത്താനുള്ള ഇക്വേഷൻ? മാക്സിമം ടെമ്പറേച്ചർ മൈനസ് എന്താണ്? മിനിമം ടെമ്പറേച്ചർ. അപ്പം 36 മാക്സിമം. അതിൽ നിന്ന് 36 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 28 ഡിഗ്രി സെൽഷ്യസ് കുറക്കുന്നു. എത്രയാണ് 36-ൽ നിന്ന് 28 പോയി കഴിഞ്ഞാൽ 6 അല്ലേ? 6 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ. സോറി, 6 അല്ല, 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. മൈ മിസ്റ്റേക്ക്. 8 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. 36 മൈനസ് 28 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 8 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ആ പ്രദേശത്തെ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എത്രയാണ്? 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ആരെയാണ്? നമുക്ക് കണ്ടെത്തേണ്ടത് ഡെയിലി മീൻ ടെമ്പറേച്ചർ ആണ് അല്ലേ. അപ്പോൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ നമുക്ക് കണ്ടെത്തി വെക്കാം. ഡെയിലി മീൻ ടെമ്പറേച്ചർ നമുക്ക് കണ്ടെത്താം. എങ്ങനെയാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ കണ്ടെത്തേണ്ടത്? മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. 36ഉം 28ഉം കൂടെ കൂട്ടുക നോക്കുക. 36ഉം 28ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരിക? 36 പ്ലസ് 20 എത്രയാ? 56. 56 പ്ലസ് 8 എത്രയാ? 64 അല്ലേ. ഞാനൊരു മനക്കണക്ക് കൂട്ടിയതാണ് അല്ലേ. ഞങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ അങ്ങനെയാണ് കൂട്ടാറുള്ളത്. ഇനി 64 ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 32 ഡിഗ്രി സെൽഷ്യസ് ആണ് കിട്ടുക അല്ലേ. ആം ഐ റൈറ്റ്?
നിങ്ങളൊന്ന് നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് കൂട്ടി നോക്കൂ. ഞാൻ ചെയ്തത് ശരിയാണോ? നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാലോ, ആ ഇക്വേഷൻ പ്രകാരം ചെയ്തത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് കൺഫേം ചെയ്യൂ. ഓക്കെ, ഞാനൊരു മനക്കണക്ക് കൂട്ടിയതാണ്. നിങ്ങൾക്കത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നോക്കി നോക്കുക. നമുക്കൊന്നിവിടെ 36ഉം 36ഉം അതുപോലെ തന്നെ 28ഉം കൂട്ടി, അപ്പോൾ നമുക്ക് 64 കിട്ടി. 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. 64നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 32 കിട്ടി. അപ്പോൾ തെറ്റി പോകാനുള്ള സാധ്യത കുറവാണ്. ഞാൻ നിങ്ങളോടൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞെന്ന് മാത്രം. എനിവേ, അപ്പോൾ ഇങ്ങനെയാണിത് കണക്കാക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു ടേമാണ് ഐസോതേംസ് എന്ന് പറയുന്നൊരു ടേം. ഐസോതേംസ് എന്താണ്? ഐസോതേംസ് പോലെ തന്നെ നമ്മൾ വേറൊരു പോയിന്റ് കൂടെ, വേറൊരു കോൺസെപ്റ്റ് കൂടെ പഠിക്കും. ഐസോബാർസ് എന്ന് പഠിക്കും. ഐസോബാർ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. എന്തായാലും ഇപ്പോൾ നമുക്ക് ഐസോതേംസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഐസോതേംസ് നോക്കാം. Data regarding the temperature are being utilized for climatic studies and further analysis. ഇങ്ങനെ നമ്മൾ നേരത്തെ ഈ ഡെയിലി മീൻ ടെമ്പറേച്ചർ ആണെങ്കിലും ഈ പറയുന്ന ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഡാറ്റ, ഓരോ ദിവസത്തെ ഡാറ്റ എടുത്ത് നോക്കിയിട്ട് നമ്മൾ ആ പ്രദേശത്തെ ക്ലൈമാറ്റിക് സ്റ്റഡീസിന്, അവിടുത്തെ കാലാവസ്ഥാ പഠനങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പല ഫോർകാസ്റ്റ് ചെയ്യാനും നമ്മൾ സ്കൂളുകൾക്ക് അവധി കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പ്ലോട്ടിംഗ് ദ ടെമ്പറേച്ചർ റെക്കോർഡഡ് അറ്റ് സ്പെസിഫിക് places. Smooth curved lines are drawn connecting the places having equal temperature. These imaginary lines are called isotherms. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ദിവസത്തെ ഈ പറയുന്ന ടെമ്പറേച്ചർ കണ്ടുപിടിക്കുമല്ലോ. ഓരോ പ്രദേശത്തും എത്രയാണ് ടെമ്പറേച്ചറുകൾ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. അങ്ങനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വെതർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരെന്ത് ചെയ്യും? നമ്മുടെ മാപ്പ് എടുക്കും. മാപ്പ് എടുത്തിട്ട് അവരെന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടൊക്കെയാണോ സെയിം ടെമ്പറേച്ചർ ഉള്ളത് അവിടെ അങ്ങനെ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് അവരെ ആ സ്ഥലങ്ങളെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് വരക്കും. അപ്പോൾ എവിടൊക്കെയാണോ സെയിം ടെമ്പറേച്ചർ ഉള്ളത്, ഈക്വൽ ടെമ്പറേച്ചർ ഉള്ളത്, ആ ടെമ്പറേച്ചറുള്ള പ്ലേസസുകളെ തമ്മിൽ കണക്ട് ചെയ്യും. ഒരു കർവ്ഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട്, അത് അങ്ങനെ നോക്കേണ്ട, ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്യുന്ന ഈ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ഉള്ള ലൈൻസ് ആണോ, റിയലി നമ്മൾ പോയി വരക്കുന്നതാണോ? അല്ല, നമ്മൾ ജസ്റ്റ് മാപ്പിൽ വരക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഇമാജിനറി ലൈൻസ് ആണ്. ഡെയിലി ഇതേ ലൈൻസ് വരും നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല, അല്ലേ? ശരിക്കും ഭൂപടത്തിൽ നമ്മുടെ മാപ്പിനകത്ത് ഇങ്ങനെ ലൈനുകളൊന്നുമില്ല. അത് നമ്മൾ ഈ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വെതർ സ്റ്റഡീസ് നടത്തുന്ന ആൾക്കാർ ഒരു ദിവസത്തെ എവിടൊക്കെയാണോ ഈക്വൽ ടെമ്പറേച്ചർ ഉള്ളത് അവരെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇമാജിനറി ആയിട്ട് ലൈൻസുകൾ വരക്കുന്നു. സാങ്കല്പികമാണ്, റിയൽ ആയിട്ട് ഇങ്ങനെ ലൈനുകളില്ല, അവർ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അവർ വരച്ചു വെക്കുന്ന കർവ്ഡ് ലൈൻസാണ്. ഈ ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഐസോതേംസ്. അപ്പോൾ ഐസോതേംസ് എന്താണ്? ഐസോതേംസ് ആർ ദ ഇമാജിനറി ലൈൻസ്. അതെന്താണ്? വിച്ച് ആർ കണക്റ്റിംഗ് ദ പ്ലേസസ് ഹാവിങ് ഈക്വൽ ടെമ്പറേച്ചർ, അല്ലേ? ഈക്വൽ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള, കണക്റ്റിംഗ് ദ places having equal temperature. These imaginary lines are called isotherms. ഈ ഇമാജിനറി ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഐസോതേംസ്. ഐസോതേംസ് മാപ്സ് ആർ വെരി യൂസ്ഫുൾ ഫോർ അനലൈസിങ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ. ഏതൊക്കെ ടെമ്പറേച്ചർ ഉണ്ടെന്നും എവിടേക്ക് എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു അനാലിസിസിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഐസോതേംസ്. അപ്പോൾ ഡെയിലി ഐസോതേംസ് എല്ലായിടത്തും സെയിം ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം നോക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ കുറേ ലൈനുകൾ കാണാം, അല്ലേ? ഇപ്പോൾ നോക്കൂ, ഇവിടെ അതൊരു -25 എന്ന് പറഞ്ഞൊരു ലൈന് പോകണം. അപ്പോൾ ഈ ലൈൻ ഏതൊക്കെ രാജ്യങ്ങളിലൂടെ പോകുന്നുണ്ട്? പല കോണ്ടിനെൻറ്റുകളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്തായിരിക്കും? -25 ആയിരിക്കും അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി ഇതാ ഇവിടെ വേറൊരു ലൈന് പോകുന്നു. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു 10 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒരു കർവ്ഡ് ലൈൻ, ഈ ഒരു ഇമാജിനറി ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഏതൊക്കെ സ്ഥലത്തു കൂടെ പോകണമെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഉള്ളൊരു കോണ്ടിനെൻറ്റിലൂടെ, ഇവിടെ ഏതൊക്കെ കോണ്ടിനെൻറ്റ്സിലൂടെ പോകുന്നുണ്ട്, പല രാജ്യങ്ങളിലൂടെ പോകുന്നുണ്ട്, ഓഷ്യൻസിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ലൈന് പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുക 10 ഡിഗ്രി. അപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് വരച്ചു. ഇത് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറും ഇത് സദേൺ ഹെമിസ്ഫിയറും. അപ്പോൾ രണ്ട് സ്ഥലത്തും ഇങ്ങനെ വരക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ
ഇവിടെ സദേൺ ഹെമിസ്ഫിയറിൽ ഇതൊരു 10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള, അപ്പോൾ കടലിലൂടെയും കരയിലൂടെയും ഒക്കെ 10 ഡിഗ്രി സെൽഷ്യസ് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒരേ ലൈനിൽ കണക്ട് ചെയ്തു പോയിരിക്കുന്നു. ഇല്ല, ഇവിടെ 30 ഡിഗ്രി ഉള്ള സ്ഥലത്ത് കൂടെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്, 30 ഡിഗ്രിയിൽ പോകുന്നുണ്ട്. സോറി, 30 ഡിഗ്രി ഇതാണ്, ഇത് 20 ഡിഗ്രിയാണ്. ഞാൻ ഇപ്പോൾ അവസാനം വരച്ചത്, ഞാൻ ഒന്നുകൂടെ മാറ്റി വരച്ചുതരാം. ഓക്കെ, ഇത് 30 ഡിഗ്രിയുടെ ആണ് ഈ കാണുന്നത്, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇനി 20 ഡിഗ്രിയുടെ അതാണ് ഇങ്ങനെ പോകുന്നത്, ഈ സ്ഥലത്ത് കൂടി ഒക്കെ പോകുന്നു, വേറെ വേറെ കോണ്ടിനെൻ്റായി. ഇത് ആഫ്രിക്ക, ഇത് സൗത്ത് അമേരിക്ക, ഇത് ഓസ്ട്രേലിയ, ഇവിടെയൊക്കെ 20 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഐസോതേർംസ് എന്ന് പറയുന്നത്. ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഞാനിത് എല്ലാ ലൈനും വായിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ പാഠത്തിലെ നമ്മുടെ എക്സ്ട്രാ റീഡിങ്ങിലുള്ള ചില കാര്യങ്ങളൊന്നും സ്കിപ്പാക്കുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നമുക്കത് നമ്മുടെ പരീക്ഷയ്ക്ക് അത് നിങ്ങളൊരു എക്സ്ട്രാ റീഡിങ് ആയതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് ടൈം കൂടി നമുക്ക് മറ്റ് ചാപ്റ്ററുകളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മാത്രം മതി. എനിവേ, നമുക്ക് നോക്കുമ്പോൾ അല്ലാത്ത ലൈനുകളൊക്കെ ഞാൻ വായിച്ചിട്ടാണ് പോകുന്നത്, ലൈൻ ബൈ ലൈനാണ് പോകുന്നത്. ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഓഫ് ഐസോതേർംസ് ഷോൺ ദ മാപ്പ് യൂണിഫോം? നമ്മളിവിടെ കണ്ട ഈ ഐസോതേർംസിൻ്റെ എന്താ പറയുക, ഈ ലൈനുകളൊക്കെ യൂണിഫോം ആണോ, ഒരേപോലെയാണോ? അല്ല, എല്ലാം മാറ്റങ്ങളുണ്ട് അല്ലേ. യു മൈറ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ദ ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് വൈൽ മൂവിങ് അവേ ഫ്രം ദ ഇക്വേറ്റർ. നമ്മൾ ഇക്വേറ്റർ, ഇതാണ് ഇക്വേറ്റർ. ഇക്വേറ്ററിന് ഞാൻ കാണിച്ചു തരാം, വേറൊരു പച്ച വര വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇക്വേറ്റർ അല്ലേ. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലോട്ടേക്ക് ഇങ്ങനെ നോർത്ത് പോൾ വരെ പോവാം, സൗത്തിലോട്ടേക്ക് ഇങ്ങനെ സൗത്ത് പോൾ വരെ വരാം അല്ലേ. അന്റാർട്ടിക്ക വരെയും ആർട്ടിക് വരെയും നമുക്കിങ്ങനെ പോവാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ സമയത്ത് ഈ ഇക്വേറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ ഗ്രാജുവലി ഇത് ഇങ്ങനെ ഇക്വേറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ പോളിലോട്ടേക്ക് പോകുമ്പോഴും അല്ലേ, ഇക്വേറ്ററിൽ നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്കും അതുപോലെ ഇക്വേറ്ററിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കും വരുമ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കണ്ടോ, ഇവിടെ ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നെങ്കിൽ ഇവിടെ 20 ഡിഗ്രി, ഇവിടെ 10 ഡിഗ്രി, ഇവിടെ 0 ഡിഗ്രി, ഇവിടെ -12.5, ഇവിടെ -25 ഡിഗ്രി. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസ്, 20 ഡിഗ്രി സെൽഷ്യസ്, 10 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. ഇങ്ങനെ പോളാർ റീജിയൻസിലോട്ടേക്ക് പോകുന്തോറും ഇതിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാജുവലി ഇത് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾ കാണാം. ഇത് ഐസോതേർംസ് show a noticeable bend along a land-sea confluences. What may be the reason? പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ എന്താണ് ഈ പറയുന്ന ഈ ലാൻഡും അതുപോലെ തന്നെ ഈ പറയുന്ന സീയും കൂടെ, സമുദ്രം കൂടി ചേരുന്ന ഭാഗത്ത് ഇതിനൊരു ബെൻഡ് കാണാം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഞാൻ ഓരോ പോയിൻ്റ് ഞാൻ വേറൊരു കളർ എടുക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം നോക്കി നോക്കൂ, ഇവിടെ ഒരു ബെൻഡ് കാണാം. ഇവിടെ ബെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓഷ്യനാണ്, ഈ നീല നിറത്തിൽ, യെല്ലോ നിറത്തിൽ ലാൻഡാണ്. അവിടേക്ക് ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്തൊരു ബെൻഡ് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെൻഡ് കാണാം. ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ഓഷ്യനും അതുപോലെ തന്നെ ലാൻഡും കൂടെ ചേരുന്ന ആ ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് ഒരു ചെറിയൊരു ബെൻഡ് ഇങ്ങനെ കാണാനായിട്ട് പറ്റാറുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ബെൻഡ് ഉണ്ട്, ഇവിടെ ഒരു ബെൻഡ് ഉണ്ട്, ഇങ്ങനെ നമുക്കൊരു ബെൻഡ് കാണാൻ പറ്റും. എന്തുകൊണ്ടാണിത് എന്നുള്ളതാണ് ഒരു ചോദ്യം. അതുപോലെ തന്നെ കമ്പയർഡ് ടു ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഐസോതേർംസ് ആർ മോർ ഓർ ലെസ് പാരലൽ ടു ദ ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. എന്തുകൊണ്ടാണ്? അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഐസോതേർംസിനെയും അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലെ ഐസോതേർംസിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്താണ് പാരലൽ ലാറ്റിറ്റ്യൂഡ്സ് ആയിട്ടാണ് സദേൺ ഹെമിസ്ഫിയറിൽ കുറച്ചും കൂടെ ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലേ. ഇതിങ്ങനെ പാരലായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ അങ്ങനെ പാരലല്ല. അതിൻ്റെ റീസൺ എന്താണ്? അതിൻ്റെ റീസൺ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. മറ്റതിൻ്റെ റീസൺസ് നമ്മൾ വഴിയെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് മനസ്സിലാക്കും. ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധികവും ഓഷ്യനാണ് അല്ലേ. സദേൺ ഹെമിസ്ഫിയറിൽ അധികവും ഓഷ്യനാണ്, ലാൻഡ് കുറവാണ്. ഇവിടെ അധികവും ലാൻഡ് ഉണ്ട്, ഓഷ്യൻസ് കുറവും. ഓഷ്യൻ കമ്പാരിറ്റീവ്ലി ലാൻഡാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ. അപ്പോൾ ഇവിടെ ഓഷ്യൻ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഏകദേശം സെയിം ടെമ്പറേച്ചർ തന്നെ ആവും. അതുകൊണ്ടാണ് ഇത് പാരലലി പോകാനുള്ള ഐസോതേർംസുകൾ പാരലലി പോകാനുള്ള റീസൺ. ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് അധികം ഉള്ളതുകൊണ്ട്, ലാൻഡും ഓഷ്യനും കൂടെ ചേരുന്ന സ്ഥലങ്ങളുള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ തിരിവുകളൊക്കെ വരുന്നുണ്ട്, കർവുകളൊക്കെ വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഒരു റീസണായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്കിങ്ങനെ പഠിക്കാനുള്ള കാര്യങ്ങളല്ല. എനിവേ ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ
ഇത് നമുക്കൊക്കെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് അതിൻ്റെ എക്സാക്ട് കാരണം നമുക്ക് പഠിക്കാനായിട്ട് ഇല്ല. എനിവേ, ദർ ഇസ് എ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് ഓൺ എർത്ത്. ലെറ്റ്സ് എക്സാമിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇനിയാണ് നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് കടക്കാനായിട്ട് പോകുന്നത്. അത് ഞാൻ അടുത്ത ക്ലാസ്സിലാണ് പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ദർ ഇസ് എ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ വേരിയേഷൻ ഇൻ ദ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് ഓൺ എർത്ത്. നമ്മൾ ഇവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ എല്ലായിടത്തും ഒരേ ടെമ്പറേച്ചർ അല്ല. ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 20 ആണ്, ഇവിടെ മൈനസ് ആണ് അല്ലേ, ഇവിടെ 0 ആണ് അല്ലേ. അപ്പോൾ ഭൂമിയിലെ എർത്തിൽ എല്ലായിടത്തും ഒരേ ടെമ്പറേച്ചർ അല്ല ഉള്ളത്. ടെമ്പറൽ വേരിയേഷൻ ഉണ്ട്. എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും ഈ പറയുന്ന വേരിയേഷൻസ്, ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന വേരിയേഷൻസ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സിലായിരിക്കും? അതാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ വേറൊരു എക്സ്ട്രാ റീഡിങ്ങിന് ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വെറുതെ സമയമില്ലെങ്കിലും നമുക്ക് പറഞ്ഞു പോവാം. തെർമൽ ഇക്വേറ്റർ എന്ന് പറയുന്നൊരു പോയിൻ്റാണ്. ഇമാജിനറി ലൈൻ കണക്റ്റിംഗ് പ്ലേസസ് വിത്ത് ഹയസ്റ്റ് മീൻ ആനുവൽ ടെമ്പറേച്ചർ അലോങ് എവറി ലോഞ്ചിറ്റ്യൂഡ് ഈസ് ടേംഡ് ആസ് തെർമൽ ഇക്വേറ്റർ. അത് വേറൊരു എന്താ പറയുക, ഇങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഒരു ലൈനാണ്, ഇമാജിനറി ലൈൻ തന്നെയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് തെർമൽ ഇക്വേറ്റർ. എന്താണ്? ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചർ ഉണ്ടാവില്ലേ, അങ്ങനെ നമ്മൾ ഒരു വർഷത്തെ ആവറേജ് ടെമ്പറേച്ചർ എടുക്കുകയാണ്. ഓരോ സ്ഥലത്തെയും ഒരു വർഷത്തെ ആവറേജ് ടെമ്പറേച്ചർ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സ്ഥലത്ത് ഒരേപോലത്തെ ആവറേജ് ടെമ്പറേച്ചർ ഉണ്ട്? ഒരു കൊല്ലം നമ്മൾ എല്ലാ സ്ഥലത്തെയും ഡെയിലി ആവറേജ് ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ആ കൊല്ലത്തെ ഒരു മൊത്തത്തിൽ ഉള്ള ആവറേജ് ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഏതൊക്കെ സ്ഥലത്ത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ആനുവൽ ടെമ്പറേച്ചർ ഉണ്ടോ ആ സ്ഥലങ്ങളെയൊക്കെ ഈക്വലി ഉള്ള ആ സ്ഥലങ്ങളെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു കൊല്ലം ആനുവൽ ആവറേജ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ആ ലോഞ്ചിറ്റ്യൂഡുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ തെർമൽ ഇക്വേറ്റർ എന്ന് പറയാറുള്ളത്. അത് ഇക്വേറ്ററിൻ്റെ ഇക്വേറ്റർ ഇങ്ങനെ പോകുന്നു, ആ ഇക്വേറ്ററിൻ്റെ ഏകദേശം അടുത്തായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അതിനെ തെർമൽ ഇക്വേറ്റർ എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിവേ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റു കാര്യങ്ങളുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.